സുഹൃത്തുക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഡൈനാമിക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അതായത് 2021 മുമ്പ് ഉള്ള വേർഷനുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ട്രഡീഷണൽ മെത്തേഡിലാണ് നമ്മൾ ഡൈനാമിക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അതിൻ്റെ പോരായ്മകൾ എങ്ങനെ പരിഹരിക്കാമെന്നൊക്കെ നമ്മൾ വിശദീകരിച്ചിരുന്നു. എന്നാൽ പുതിയ വേർഷൻ 21 മുതലുള്ള വേർഷൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതി എങ്ങനെയാണ്, മോഡേൺ മെത്തേഡ് എന്താണ് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. അതായത് നമുക്കറിയാം, അറേ ഫംഗ്ഷനുകൾ ഉപയോഗിച്ചുകൊണ്ട്, ഡൈനാമിക് അറേ ഫംഗ്ഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡൈനാമിക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എളുപ്പത്തിൽ തയ്യാറാക്കാം. ആ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദീകരിക്കുന്നത്. ലെസൺ 51ന്റെ തുടർച്ച തന്നെയാണ് ഈ ക്ലാസ്. 2021 മുമ്പുള്ള വേർഷനുകളിൽ ഉള്ള ചില പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, ഇതേപോലെ ബ്ലാങ്ക് കാണുന്നതൊക്കെ ഈസി ആയിട്ട് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞതിൽ മനസ്സിലാക്കിയത്. പക്ഷേ 21 നമുക്ക് അറേ ആയിട്ട് ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് കൊണ്ട് അതിനേക്കാളും സിമ്പിളായി കാര്യങ്ങൾ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. 2021 മുതലുള്ള വേർഷൻ ഉപയോഗിക്കുന്നവർക്ക് കുറച്ചും കൂടി നന്നായി ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ അറേ ഫംഗ്ഷൻ ഉപയോഗിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ ഹെഡ് ഓഫ് അക്കൗണ്ട് ഇവിടെ ആവർത്തിച്ച് ടൈപ്പ് ചെയ്യുന്നു. ഓരോ ഹെഡിന്റെ നേരെയും അതിൻ്റെ ഓരോ സബുകൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് സോർട്ട് ഓർഡറിലല്ല, നമുക്കിത് സോർട്ട് ഓർഡർ ആയിരിക്കണം, ഇത് യുണീക്ക് ആയിട്ട് കിട്ടണം. അപ്പോൾ നമ്മളിവിടെ ആദ്യം അത് സ്പിൽ ചെയ്യാണ് അറേ ഫംഗ്ഷൻ ഉപയോഗിച്ച്. ഈക്വൽ ടു, നമുക്കറിയാം സോർട്ട് നമ്മൾ ആദ്യം കൊടുക്കുന്നു, യുണീക്ക് കൊടുക്കുന്നു. ഇതൊക്കെ വിശദീകരിച്ചതാണ്, അതുകൊണ്ടാണ് കൂടുതൽ പറയാത്തത്. ഇനി നമുക്ക് എന്താണ്, അറേ ആണ് കൊടുക്കേണ്ടത്. നമ്മൾ ആ ടേബിൾ കൊടുക്കാം. ടേബിൾ അക്കൗണ്ടിൽ 2 കോളം ഉള്ളതുകൊണ്ട് കോളം നെയിം നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിലാണ് കൊടുക്കുക. ഹെഡ് ഓഫ് അക്കൗണ്ട് എന്നുള്ള കോളം സ്ക്വയർ ബ്രാക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് യുണീക്കിന്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, സോർട്ടിന്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അതോടുകൂടി വാല്യൂ ഇവിടെ ആൽഫബറ്റിക് ഓർഡറിൽ സ്പിൽ ചെയ്ത് വന്നു. ഫിക്സഡ് അസെറ്റ് രണ്ടാമത് കൊടുത്തതാണ്, പക്ഷെ അത് മൂന്നാമതായി ആൽഫബറ്റിക് ഓർഡറിൽ വന്നു. ഇനി ഈ വാല്യൂ നമുക്ക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിലേക്ക് കൊണ്ടുവരാം. ഇവിടെ സെലക്ട് ചെയ്യുന്നു, ഡാറ്റ വാലിഡേഷൻ, ഇവിടെ ലിസ്റ്റ് എടുത്തു. സോഴ്സ് ആണ്, നമ്മൾ സോഴ്സ് മാസ്റ്റർ ഫയലിലാണുള്ളത്, നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു. പക്ഷെ ഇവിടെ D2 എന്നുള്ളതാണ് $സൈൻ കൊടുത്തിട്ടുള്ളത്. ഈ സെൽ അഡ്രസ്സ് മാറാൻ പാടില്ല, അല്ലാഞ്ഞാൽ നമ്മൾ താഴേക്ക് പുതിയ റോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ സെൽ അഡ്രസ്സ് മാറാതിരിക്കാൻ നമ്മൾ അബ്സല്യൂട്ട് റെഫറൻസ് ആണ് ഉപയോഗിക്കുന്നത്, അത് പറഞ്ഞിട്ടുണ്ട്. ഇനി സ്പിൽ റേഞ്ച് നമുക്ക് കിട്ടാൻ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഇവിടെ ഒരു ആഷ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. അതോടുകൂടി ഈ വാല്യൂസ് ഒക്കെ ഇവിടെ വന്നു. നമുക്ക് അവിടെ എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ വന്നു. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യാം. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഇവിടെ വരണം, അതും നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. രണ്ടാമത്തെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിലേക്കുള്ള വാല്യൂ നമുക്ക് ഇവിടെ സ്പിൽ ചെയ്ത് കിട്ടണം. ഇവിടെ സെല്ല് സെലക്ട് ചെയ്തു, ഫോർമുല ബാർ ക്ലിക്ക് ചെയ്തു, ഈക്വൽ ടു സോർട്ട് കൊടുത്തു. വാല്യൂ സോർട്ട് ചെയ്ത രീതിയിൽ കിട്ടണം. ഇനി നമുക്ക് ഫിൽട്ടർ ചെയ്യണം, ഈ വാല്യൂസിനെ ഫിൽട്ടർ ചെയ്യണം. ഇതിലുള്ള മുഴുവൻ വാല്യൂസും വരാൻ പാടില്ല. ഇത് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ അപ്പുറം ആദ്യത്തെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ കറണ്ട് അസറ്റ് സെലക്ട് ചെയ്താൽ അതിൽ മാത്രം ഇവിടെ കറണ്ട് അസറ്റ്സ് എന്തൊക്കെ ഉണ്ടോ അത് മാത്രമേ വരാൻ പാടുള്ളൂ, അല്ലാതെ ഇത് മൊത്തം ഫിൽട്ടർ ചെയ്ത് വരാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഫിൽട്ടർ ചെയ്യേണ്ടതുണ്ട്, മൊത്തം വാല്യൂസ് വരാതിരിക്കാൻ. അപ്പോൾ നമ്മൾ ഫിൽട്ടർ എന്ന് കൊടുക്കുന്നു, ഫിൽട്ടർ എന്ന് കൊടുത്തു. ഇനി ഫിൽട്ടർ ഏതാണ് നമുക്ക് വേണ്ടത്, ഇതാണ് ഫിൽട്ടർ ചെയ്യേണ്ടത്. ഈ വാല്യൂ മൊത്തം എടുത്ത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂവിനനുസരിച്ച് ഫിൽട്ടർ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടേബിൾ അക്കൗണ്ട് എടുത്തു, സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്ത് നമ്മുടെ സബ് അക്കൗണ്ട് എന്നുള്ള ഹെഡിങ് കൊടുക്കുന്നു. സബ് അക്കൗണ്ട് എന്നുള്ള ഹെഡിങ് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഇനി കോമ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ക്രൈറ്റീരിയ കൊടുക്കുകയാണ്. ക്രൈറ്റീരിയക്ക് നമ്മൾ വീണ്ടും ടേബിൾ അക്കൗണ്ട് എടുത്തു. അപ്പോൾ ഇതാണ് ക്രൈറ്റീരിയ. ഇവിടെയുള്ള വാല്യൂസിന് നമ്മൾ ആദ്യത്തെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ വീണ്ടും ഇവിടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്ത് ഹെഡ് ഓഫ് അക്കൗണ്ട് എടുത്തു, സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി ഈ ടേബിൾ അക്കൗണ്ടിലുള്ള ഹെഡ് ഓഫ് അക്കൗണ്ട് എന്നുള്ള ഹെഡറിലുള്ള വാല്യൂ ഈക്വൽ ടു ഇവിടെയുള്ള വാല്യൂന് ഈക്വൽ ഉണ്ടാവണം. നമ്മൾ ഈക്വൽ ടു കൊടുത്ത ഉടനെ ഈ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്നുള്ള പേര് ഇവിടെ വന്നു. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു മാറ്റം വരും. നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ ടേബിൾ നെയിമിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് ഇവിടെ വരിക. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തൊന്ന് വിശദീകരിക്കുക. അപ്പോൾ ടേബിൾ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് ഇവിടെ കാണുന്ന ടേബിളിന്റെ പേരാണ്. അതിൽ ഇവിടെയുള്ള വാല്യൂസിനാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് കൊണ്ട് നമുക്ക് സ്പിൽ ചെയ്ത് കിട്ടുന്നത് ഇതിനനുസരിച്ചാണ്. അപ്പോൾ ഹെഡർ റോ, ഈ ഹെഡർ റോക്ക് അനുസരിച്ചാണ് നമുക്ക് വാല്യൂസ് വേണ്ടത്. അതാണ് ഇവിടെ @rate വന്നത്. ഹെഡ് ഓഫ് അക്കൗണ്ട് മെയിൻ എന്നുള്ളത് ഇതിന്റെ ഹെഡർ റോ ആണ്. ഇനി നമുക്ക് 2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാണ്ട്, ഒന്ന് ഫിൽറ്ററിന്റെ ബ്രാക്കറ്റ്, സോർട്ടിന്റെ ബ്രാക്കറ്റ്. നമ്മൾ ഓരോന്നും ക്ലോസ് ചെയ്യുക. ഒന്ന് ക്ലോസ് ചെയ്തു. ഫിൽറ്ററിന്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കളർ ചേഞ്ച് ആവുന്ന നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ക്ലോസ് ചെയ്യുന്നത് അവിടെ കളർ മാറി വന്നു. ഇനി നമുക്ക് എൻ്റർ അടിക്കാം. എൻ്റർ അടിക്കുന്നതോടുകൂടി ഈ വാല്യൂ സ്പിൽ ചെയ്ത് ഇവിടെ വന്നു. ഈ വാല്യൂ നമുക്ക് ഇനി ഇവിടുത്തെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിലേക്ക് കൊണ്ടുവരണം. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഈസി ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിസ്റ്റ് നിന്ന് എടുത്തു. ഇനി ഈ സോഴ്സ് നമ്മളൊന്ന് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഇത് അബ്സല്യൂട്ട് റേഞ്ചിലാണ് ഇത് കിടക്കുന്നത്. അബ്സല്യൂട്ട് റേഞ്ച് മാറ്റേണ്ട ആവശ്യമില്ല, കാരണം ഈ വാല്യൂ ഇവിടെ നിന്ന് തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത്. പക്ഷേ ഈ ഒരു സെല്ല് മാത്രമേ ആയിട്ടുള്ളൂ. സ്പിൽ റേഞ്ച് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ആഷും കൂടി കൊടുക്കണം. അത് മുമ്പത്തെ വീഡിയോകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഓക്കെ കൊടുക്കുക. അതോടുകൂടി ഇവിടെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് കറണ്ട് അസറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഇവിടെ വന്നു കഴിഞ്ഞു. ഓക്കെ, നമുക്കത് വേണമെങ്കിൽ സ്പ്ലിറ്റ് ആയിട്ട് നമുക്കൊന്ന് കാണാം. നമ്മൾ വ്യൂ എടുത്തു കഴിഞ്ഞാൽ ഒരു ന്യൂ വിൻഡോ കൂടി ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് വ്യൂവിൽ അറേഞ്ച് ചെയ്യാം.
റേഞ്ച് ബൈ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ കൊടുത്താൽ ഇവിടെ 2 ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മാസ്റ്റർ വെച്ചു. ഇനി ഇവിടുത്തെ വാല്യൂ ആണ് ഇവിടത്തേക്ക് വന്നിട്ടുള്ളത്. ഈ സി കോളനിലെ സ്റ്റേറ്റ്മെന്റിലേക്ക് നമ്മൾ ഇവിടുന്നാണ് വാല്യൂ എടുക്കുന്നത്. ഇവിടുത്തെ വാല്യൂസ് ഇവിടെ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് മാറുന്നത് നിങ്ങൾക്ക് കാണാം. ഇവിടെ അക്കൗണ്ട് റിസീവബിൾ ബാങ്ക് അക്കൗണ്ട് എന്നൊക്കെയാണുള്ളത്. ഇവിടെ കറണ്ട് ലയബിലിറ്റി സെലക്ട് ചെയ്യുന്നതോടുകൂടി ഇവിടെ എന്തായി, അക്കൗണ്ട് പേയബിൾ ഇലക്ട്രിസിറ്റി ഒക്കെ ആയി. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള എന്ത് ചെയ്യണം, ഇവിടെ സെലക്ട് ചെയ്യണം. ഇവിടെ എറർ വരുന്ന സാധ്യതകളെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരാമർശിച്ചിട്ടുണ്ട്. അത് കണ്ടു നോക്കി ഇവിടെ ഇത് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉപയോഗിച്ച് ഒരു റെഡ് സിഗ്നൽ കൊടുക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ അങ്ങനെ ഇവിടെ എന്ത് സെലക്ട് ചെയ്താലും ഇവിടെ നമ്മൾ ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് സെലക്ട് ചെയ്താൽ ഈ 2 വാല്യൂ ആണ് വരിക. അപ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് ഇൻകം ലാസ്റ്റത്താണ്. അതിൽ നിന്ന് ഇവിടെ ഈ 2 വാല്യൂസ് അതാണ് ഇവിടെ ഇപ്പം ഉണ്ടാവുക, ഈ 2 വാല്യൂസ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് എത്ര വാല്യൂസ് വേണമെങ്കിലും നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നു. ആ പോരായ്മ എങ്ങനെ പരിഹരിക്കും എന്നുള്ളത് വിശദീകരിക്കാനാണ്. പോരായ്മ എന്താണെന്ന് പറഞ്ഞത്, ഈ സെല്ലിനെ അല്ലെങ്കിൽ ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടുത്തെ വാല്യൂ ഉള്ളത്. നമുക്കൊരിക്കലും സോഴ്സ് ഡാറ്റയിൽ ഇവിടെ ഫിൽട്ടർ അതേപോലെ സോർട്ട് ഇത്തരം കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല. റേഞ്ച് ഡയറക്റ്റ് കൊടുക്കാമെന്നല്ലാതെ അത്തരം വാല്യൂകളൊന്നും തന്നെ എക്സൽ ഇപ്പോൾ അനുവദിക്കുന്നില്ല. ഭാവിയിൽ അനുവദിക്കുമായിരിക്കും. പക്ഷെ നമ്മളിവിടെ രണ്ടാമത്തെ ഇത് ഒരു ഫോം ആണെങ്കിൽ, ഒരു ഫോമിലാണ് നമ്മളിങ്ങനെ കൊടുക്കണേ പ്രശ്നമില്ല. നമ്മൾ രണ്ടാമത്തെ റോ ഇൻസേർട്ട് ചെയ്ത് നമ്മളിവിടെ കറണ്ട് ലയബിലിറ്റി സെലക്ട് ചെയ്യുമ്പോഴും ഇവിടെ നമുക്ക് കിട്ടുന്നത് ഈ വാല്യൂവിനനുസരിച്ചാണ്. അപ്പോൾ ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് നമ്മൾ വേറെ എവിടെയും ക്രിയേറ്റ് ചെയ്ത് അവിടെ മാറ്റി കൊടുക്കുമ്പോൾ മാത്രമാണ് ഇവിടെ വാല്യൂ മാറുക. ഇവിടെയുള്ള അതേ കിട്ടുന്നുള്ളൂ. അപ്പോൾ എപ്പോഴും ഇത് ഫസ്റ്റത്തെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല. ഇവിടെ മാറ്റി കൊടുത്താൽ മാത്രമേ ഇവിടുത്തെ വാല്യൂ നമുക്ക് മാറുന്നുള്ളൂ. അതൊരു വലിയ പോരായ്മയാണ്. അത് പരിഹരിക്കാൻ, അത് കാരണം നമ്മൾ ഇവിടെ സ്പിൽ ചെയ്തത് കൊണ്ട് ഇവിടെ എന്താണോ വരുന്നത് അതാണ് ഇവിടെ വരിക. ആദ്യത്തിൽ ഇതിൽ ഒരു പ്രശ്നമില്ല, കാരണം ഇതൊരു ഫിക്സ്ഡ് ആണ് നമുക്കാണ്. പക്ഷെ ഇത് നമുക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഈ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ അതിന് നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വിഷ്വൽ ബേസിക്കിലെ പ്രോഗ്രാമിങ്ങിൽ കുറച്ച് കോഡ് എഴുതണം. ആ കോഡ് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അത് ചെയ്ത് കഴിഞ്ഞാൽ, അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അത് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഇവിടെ മാറ്റുമ്പോഴും, ഇവിടെ നമ്മൾ മാറ്റി കഴിഞ്ഞാൽ ഇവിടെ ഒരു എറർ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ റെഡ് കളർ ആവുന്നതിനെ പറ്റി പറഞ്ഞു. ഇത് ക്ലിയർ ചെയ്യാനുള്ള കോഡ് കൂടി നമ്മൾ അതിൽ പറയാണ്. വിബിയിലെ അഡ്വാൻസിലേക്ക് നമ്മൾ ഇപ്പോൾ പോകുന്നില്ല. തൽക്കാലം മിനിമം കാര്യങ്ങളും ആ കോഡ് എന്താണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. നമ്മുടെ ഭാവിയിലുള്ള ലെസണിൽ എക്സലിനെ കുറിച്ച് പറയുമ്പോൾ വിബിയും നമ്മൾ അതിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇതിന് പകരം നമ്മൾ ഈ വരുന്ന ഇവിടുത്തെ ഡിപ്പെൻഡിനനുസരിച്ച് അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് എടുത്ത് നേരെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിലേക്ക് വിബിയിലൂടെ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ അതിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാണ്. ഇവിടെ ക്ലിയർ ചെയ്യണം. ക്ലിയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഡാറ്റ വാലിഡേഷൻ എടുക്കുന്നു. ഇവിടെ നമ്മൾ ക്ലിയർ ആവുന്നു നോക്കാം. ഇവിടെ ഓൾറെഡി സോഴ്സിൽ ഡാറ്റ ഉണ്ട്. നമ്മൾ സോഴ്സോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഒന്നാമത്തേൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ക്ലിയർ ഓൾ എന്ന് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു, അത് ഓൾറെഡി പോകും. ഇവിടെ ഇപ്പോൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഇല്ല. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലീൻ ചെയ്യുന്നു. അതേപോലെ ഇവിടെ വന്ന് ഇവിടെയും നമ്മൾ ഒഴിവാക്കുന്നു. ഇവിടെയും നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല. ഇനി ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വിശദീകരിക്കും. അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്നുള്ള ഷീറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെയാണ് നമ്മുടെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉള്ളത്. നമുക്ക് ഇവിടെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആഡ് ചെയ്യണം. എന്നിട്ട് ഇവിടുത്തെ സെലക്ഷൻക്ക് അനുസരിച്ച് അതിന്റെ സബ് അക്കൗണ്ട് ഡിസ്പ്ലേയിൽ വരണം. ഇവിടെ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ ഇത് ക്ലിയർ ആവുകയും വേണം. അപ്പോൾ അതിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് വിഷ്വൽ ബേസിക്കിൽ ഒരു കോഡ് തയ്യാറാക്കി എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായി ആദ്യം തന്നെ നമ്മൾ Alt F11 അമർത്തുന്നു. Alt F11 അമർത്തുന്നതോടുകൂടി വിഷ്വൽ ബേസിക് ആപ്ലിക്കേഷന്റെ ഒരു വിൻഡോ തുറന്നു വരും. നമുക്ക് നമ്മുടെ വിൻഡോ പിന്നിലുണ്ട്. F11 വീണ്ടും അമർത്തിയാൽ ഇങ്ങനെ നമുക്ക് രണ്ടും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കോഡ് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കോഡ് വിൻഡോ തുറക്കണം. അതിനു മുമ്പ് നമ്മൾ കോഡ് പേസ്റ്റ് ചെയ്യേണ്ടത് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്നുള്ള ഷീറ്റിലായതുകൊണ്ട് ഈ പ്രൊജക്ട് എക്സ്പ്ലോറർ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ ഷീറ്റ് 2 അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് അതിന്റെ നെയിം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഇനി F7 അമർത്താം, അല്ലെങ്കിൽ വ്യൂ എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്ത് കോഡ് F7 ഇവിടെ കാണാം, ഇത് അമർത്താം. അതോടുകൂടി നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് വരും. ഇത് നമുക്കൊന്ന് വേണമെങ്കിൽ മാക്സിമൈസ് ചെയ്യാൻ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇനി ഇതിൽ നമ്മൾ കോഡ് പേസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഈ കോഡ് നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പ്രോഗ്രാമിംഗ് ബേസിക് ഉള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇതിന്റെ ഓരോ വരിയും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യവും നമ്മൾ പറയുന്നുണ്ട്, അവിടെ വിശദീകരിക്കുന്നുണ്ട്. പ്രോഗ്രാം അറിയാത്തവർക്ക് ഇത് പേസ്റ്റ് ചെയ്ത് ഉപയോഗിച്ചാൽ മതി. അല്ലാതെ അത് ഇവിടെ വിശദീകരിക്കുന്നില്ല. വീഡിയോ പ്രോഗ്രാമിംഗ് അറിയാത്തവർക്ക് വീഡിയോ അത് വിശദീകരിക്കുമ്പോൾ ഒരു സമയം നഷ്ടപ്പെടുത്തലാവും. എന്നാലും പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് സേവ് ചെയ്യേണ്ടതുണ്ട്. സാധാരണ രീതിയിൽ സേവ് ചെയ്താൽ പോരാ, പ്രത്യേക രീതിയിൽ തന്നെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു വിൻഡോ വരും. അതായത് നമ്മൾ എങ്ങനെയാണ് സേവ് ചെയ്യേണ്ടത്, മാക്രോ ഇനേബിൾഡ് വർക്ക് ബുക്ക് ആയിട്ട് സേവ് ചെയ്യണം എന്നൊക്കെയുള്ളതാണ്. നമുക്ക് വെറും സേവ് പോരാ, നമ്മൾ ഗോ ബാക്ക് എന്ന് കൊടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളോട്
സേവ് ചെയ്യാനുള്ള സ്ഥലം കാണിച്ചു തരാൻ പറയും. മാത്രമല്ല ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതിന് എക്സൽ ആയിട്ട് സേവ് ചെയ്താൽ പോരാ, ഇതിനെ മാക്രോ ഇനേബിൾഡ് വർക്ക് ബുക്ക് ആക്കിയിട്ട് സേവ് ചെയ്യണം. അതിന് നമ്മൾ അവിടെ മേലെ തന്നെ എക്സൽ എക്സിന് പകരം എക്സൽ എസ് എം മാക്രോ ഇനേബിൾഡ് ആണ്, ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. അപ്പോൾ നമുക്കത് എവിടെയാണോ ആവശ്യമുള്ളത് അവിടെ സേവ് ചെയ്തിട്ടുണ്ടാവും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മാക്രോ റെഡിയായി. ഇനി നമുക്ക് ഈ വിൻഡോ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് നമുക്ക് പ്രവർത്തിപ്പിച്ച് നോക്കാം. വിൻഡോ ക്ലോസ് ചെയ്യുന്നു. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് എടുക്കുന്നു, അതോടുകൂടി തന്നെ ഇവിടെ ഇത് വന്നു. ഇനി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇവിടെ കാണാം. അക്കൗണ്ട് റിസീവബിൾ നമ്മളിവിടെ മാറ്റുന്നതിനനുസരിച്ച് ഇവിടെ മാറ്റിക്കഴിഞ്ഞാൽ ഉടനെ ഇവിടെ ക്ലിയർ ആവും. പിന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. ഇനി നേരത്തെ പ്രശ്നം ഇവിടെ ഇല്ല, നമ്മൾ ടാബ് അടിച്ച് അടുത്ത ഇതിലേക്ക് പോകുമ്പോഴും നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ഇപ്പോൾ കറണ്ട് അസറ്റ് സെലക്ട് ചെയ്യുമ്പോൾ അസറ്റിന്റെ വാല്യൂ തന്നെയാണ് ഇവിടെ വരുന്നത്. ഇങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ ഒരു അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഉണ്ടാക്കാം. വളരെ എളുപ്പമാണ്. കോഡ് ലഭിച്ചത് കൊണ്ട്, കോഡ് അറിയാത്തവർക്ക് അത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മാത്രം മതിയാവും. അതുകൊണ്ട് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത് പാർട്ട് 2-ൽ. ഇനി ഇതിലേക്ക് എത്താൻ പ്രയാസമുള്ള ആളുകൾക്ക് പാർട്ടിൽ വിശദീകരിച്ചിട്ടുള്ള ഇൻഡയറക്റ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള വർക്ക്ഷീറ്റ് ഉപയോഗിക്കാവുന്നതാണ്. കുറച്ചും കൂടി എളുപ്പമാണ് അത് എന്ന് തോന്നുന്നവർക്ക് പഴയ രീതി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ പുതിയ രീതി ഉപയോഗിക്കാം. പുതിയ രീതിയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ എക്സ്റ്റൻഷൻ എക്സൽ എസ് എം എന്നാണ്. സാധാരണ എക്സൽ എക്സ് എന്നാണ് ഇവിടെ ലാസ്റ്റ് ഉണ്ടാവുക, അതിന് പകരം എം ആണ്. ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ. ഇനി നമുക്കിത് ക്ലോസ് ചെയ്ത് വീണ്ടും തുറക്കുമ്പോൾ ഈ ഫയലാണ് തുറക്കേണ്ടത്, എക്സ്റ്റൻഷനുള്ള ഫയൽ തുറക്കണം. എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നമ്മളിത് ക്ലോസ് ചെയ്യുന്നു, സേവ് എന്ന് കൊടുക്കാം. നമ്മൾ കാരണം 1-2 വരികൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് സേവ് എന്ന് പറയുന്നത്. സേവ് എന്ന് കൊടുത്തു. ഇനി നമ്മൾ ഈ ഫയൽ ഒന്ന് തുറക്കാമെന്ന് വിചാരിക്കാം. നമ്മൾ ഇവിടെ എക്സൽ തുറന്നു കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ അതിന്റെ മിനിമം സാധനങ്ങൾ കാണിക്കും. ഇതാ ഇവിടെയാണ്. നമ്മൾ ആദ്യത്തെ ഫയൽ ഇതായിരുന്നു, എക്സൽ എക്സ് ആയിരുന്നു. അപ്പോൾ നമ്മൾ മാറ്റി സേവ് ചെയ്താണ് ഇത് കൊടുക്കുക. സ്വാഭാവികമായിട്ടും ഇതിനൊരു മാക്രോ എപ്പോഴും ഒരു വൈറസ് സ്വഭാവം കാണിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് പിന്നെ മാക്രോ ഹാവ് ഡിസേബിൾ ചെയ്തിട്ടാണ് എപ്പോഴും വരിക. നമ്മൾ എന്ത് ചെയ്യുക, ഇനേബിൾ കണ്ടന്റ് എന്ന് കൊടുത്താൽ മാത്രമേ എന്താവുള്ളൂ, ഇത് പ്രവർത്തിക്കുള്ളൂ. ഇപ്പൊ നമ്മൾ ഇനിയും കൂടുതൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള അത്രയും കിട്ടും. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, ഇവിടെ നമുക്ക് എത്ര വേണമെങ്കിലും ഇനിയും ആഡ് ചെയ്യാം എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ലാസ്റ്റ് കോളത്തിൽ വരിക. എന്നിട്ട് പുതുതായിട്ട് നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പുതിയ ന്യൂ എന്ന് നമ്മൾ ആഡ് ചെയ്ത് നോക്കാം. ന്യൂ ഹെഡ് എന്ന് കൊടുത്തു. ഇവിടെ ന്യൂ സബ് ഹെഡ് എന്നും കൊടുത്തു. ഇവിടെ ന്യൂ ഹെഡ് എന്ന് ഇവിടെ കൊടുത്ത പാടന്നെ ഇവിടെ വന്നു. ഈ സാധനം ന്യൂ ഹെഡ് എന്ന് ഇവിടെ വന്നു, നേരത്തെ ഇവിടെ ഇല്ലായിരുന്നു. ന്യൂ സബ് ഹെഡ് എന്നും കൊടുത്തു എന്ന് വെക്കാം. ഇനി നമുക്ക് ഇവിടെ വന്ന് നോക്കുമ്പോൾ അത് ഇവിടെ ഉണ്ടോ നോക്കാം. ഇവിടെ ന്യൂ ഹെഡ് എടുക്കുമ്പോൾ ഇവിടെ ആ ഒറ്റൊന്ന് മാത്രം ഇവിടെ നമുക്ക് കാണാം. ഇനി ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ ന്യൂ ഹെഡ് ഉണ്ടാവും. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്ലിയർ ആയി. നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ഇങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇത് റേഞ്ച് ടേബിൾ ആക്കിയത് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ചെയ്യാനാണ്. അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് വരെ ആഡ് ചെയ്യുമ്പോൾ നേരെ ഇവിടെ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യരുത്. ഇത് ടേബിളിന് പുറത്തായി പോകും. ടേബിളിന്റെ ലാസ്റ്റ് കോളത്തിലും ലാസ്റ്റ് സെല്ലിലും സെലക്ട് ചെയ്തിട്ട് നമ്മൾ ടാബ് കീ അമർത്തി പുതിയ ഒന്ന് ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത്. ആവശ്യമില്ലെങ്കിൽ നമ്മൾ ഇതിവിടെ ആഡ് ചെയ്യരുത്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു 0 വാല്യൂ കൂടി നമ്മളെ ഇതിൽ കാണിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ കറക്റ്റ് ആയിട്ട് വാല്യൂ ഉള്ള സെല്ലുകൾ മാത്രമേ ടേബിളിന്റെ ഭാഗമായിട്ടുണ്ടാവുള്ളൂ. ടേബിൾ പ്രോപ്പർട്ടീസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ടേബിൾ എപ്പോഴും റേഞ്ച് അപ്ഡേറ്റ് ചെയ്യും. ആ അപ്ഡേറ്റഡ് റേഞ്ച് ആണ് നമുക്ക് കിട്ടുന്നത്. ഈ വരി ആവശ്യമില്ലാത്തതുകൊണ്ട് Ctrl Z അടിച്ച് നമ്മൾ ഒഴിവാക്കുന്ന പുറത്ത് 0 പോയി. ഇങ്ങനെ നമുക്ക് നല്ലൊരു അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും. ഈ കോഡ് നിങ്ങൾക്ക് പല സ്ഥലത്തും ഉപയോഗിക്കാം, നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. അതിനനുസരിച്ച് പേരും മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിയാൽ മതി. ഡിസ്ക്രിപ്ഷൻ നോക്കുക. ഡിസ്ക്രിപ്ഷനിൽ നമുക്കിത് ചെയ്യാനുള്ള ഫയലിന്റെ ലിങ്കും കൊടുക്കുന്നുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് ഈ കാര്യങ്ങൾ, ഈ മാസ്റ്റർ ഷീറ്റ് ഒക്കെ ഉള്ളവർ നിങ്ങൾക്ക് തയ്യാറാക്കേണ്ടതില്ല. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. കൂടുതൽ കാര്യങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച കാണാം. അതുവരെ ഗുഡ് ബൈ.